പിതാവിന്റെയും പുത്രന്റെയും ജീവനുള്ള പരിശുദ്ധ റൂഹായുടെയും തിരുനാമത്തിൽ തന്നെ ആമീൻ. ഗർഭോ ഞായർ. ഒരു ക്രൈസ്തവ ജീവിതം എപ്രകാരമായിരിക്കണമെന്ന് വിവരിച്ചു കാട്ടുന്ന വചനഭാഗമാണ് വിശുദ്ധ ലൂക്കോസിന്റെ സുവിശേഷം 5-ാം അധ്യായം 12 മുതൽ 16 വരെയുള്ള തിരുവചനങ്ങൾ. ഒരു ക്രൈസ്തവ ജീവിതത്തിന്റെ രഹസ്യക്കൂട്ട് ഈ ഭാഗത്തിൽ സംഗ്രഹിച്ചിരിക്കുന്നു എന്ന് തോന്നുന്നു. ഈ വചനഭാഗത്തെ 4ആയി തിരിക്കാം. 1. കുഷ്ഠരോഗിയുടെ പ്രാർത്ഥനാ രീതി, വാക്യം 12. 2. അതിനുള്ള ക്രിസ്തുവിന്റെ പ്രതികരണം, കൈ നീട്ടി അവനെ തൊട്ടു, വാക്യം 13. 3. സൗഖ്യപ്പെട്ട രോഗിക്ക് കൊടുക്കുന്ന ഉപദേശത്തിന്റെ പൊരുൾ, 14-ാം വാക്യം 2-ാം ഭാഗം. 4. ഈ വലിയ നോമ്പിൽ നോമ്പനുഷ്ഠാനത്തിലൂടെ ക്രൈസ്തവർ ആഴപ്പെടുത്തേണ്ട മേഖല. ഇങ്ങനെ 4 ഭാഗമായി ഈ വചനഭാഗത്തെ ധ്യാനിക്കാമെന്ന് കരുതുന്നു. 1-ാം ഭാഗത്തിൽ കുഷ്ഠരോഗിയുടെ പ്രാർത്ഥനാ രീതി ക്രൈസ്തവർ അവലംബിക്കുന്നത് നല്ലതാണ്. കാരണം ആ പ്രാർത്ഥനാ രീതിയിലാണ് ക്രിസ്തു മറുപടി നൽകിയത്. അവൻ കമഴ്ന്നു വീണ് പ്രാർത്ഥിച്ചു എന്ന് എഴുതിയിരിക്കുന്നു. നമ്മുടെ വിശുദ്ധ കുർബാനയിൽ പുരോഹിതൻ കമഴ്ന്നു വീണ് പ്രാർത്ഥിക്കുന്ന ഭാഗങ്ങളും സഭയുടെ 40 കുമ്പിടിയിലുകളും ശ്രദ്ധേയമാണ്. സുവിശേഷകൻ കുഷ്ഠരോഗി ആവശ്യപ്പെട്ടു എന്ന് എഴുതാമായിരുന്നു. കുഷ്ഠരോഗി പ്രാർത്ഥിച്ചു പറഞ്ഞ വചനം വായിക്കുമ്പോൾ ആ പ്രാർത്ഥനാ രീതി മനസ്സിലാകും. കർത്താവേ, അങ്ങേക്ക് മനസ്സുണ്ടെങ്കിൽ എന്നെ ശുദ്ധനാക്കാൻ കഴിയും എന്ന ബോധ്യത്തോടെയാണ് അവൻ പറഞ്ഞത്. എന്നെ ശുദ്ധനാക്കുവാൻ കഴിയുമോ എന്നല്ല ചോദിച്ചത്. ക്രിസ്ത്യാനിയുടെ പ്രാർത്ഥന ഒരു കാര്യം കിട്ടുന്നതിന് മുമ്പേ കിട്ടിയതായി കണ്ട് സ്തോത്രം പറഞ്ഞ് പ്രാർത്ഥിക്കുന്നതാണ് വിശ്വാസത്തിൽ ആഴമുള്ള പ്രാർത്ഥന. അതിന്മേൽ സ്വർഗം തുറക്കും. ക്രിസ്തീയ പ്രാർത്ഥന യാചനയല്ല, അപേക്ഷയല്ല, അത് ബോധ്യമാണ്. തരണേ തരണേ എന്ന് പറയുന്നതല്ല, ഒരു കാര്യം ലഭിക്കുന്നതിന് മുമ്പ് തന്നെ അത് കിട്ടിയതായി കണ്ട് സ്തോത്രം പറയുന്നതാണ് ക്രിസ്തീയ പ്രാർത്ഥന. യേശു പ്രവർത്തിച്ച ഏറ്റവും വലിയ അത്ഭുതം ലാസറിനെ ഉയർപ്പിക്കുന്നതാണ്. ആ വലിയ അത്ഭുതം ചെയ്യുന്നതിന് മുമ്പ് ക്രിസ്തു പ്രാർത്ഥിച്ച പ്രാർത്ഥന രീതി ഒന്ന് ശ്രദ്ധിക്കുന്നത് നല്ലതാണ്. യോഹന്നാന്റെ സുവിശേഷം 11-ാം അധ്യായം 41-ാം വാക്യം. യേശു കണ്ണുകൾ ഉയർത്തി പറഞ്ഞു, പിതാവേ, അങ്ങ് എന്നെ ശ്രവിച്ചതിനാൽ ഞാൻ അങ്ങേക്ക് നന്ദി പറയുന്നു. ലാസർ പുറത്തു വന്നിട്ടില്ല എന്ന് ഓർക്കണം. അങ്ങനെ എപ്പോഴും ശ്രവിക്കുമെന്നും എനിക്കറിയാം. ഇതാണ് ഒരു കാര്യം ലഭിക്കുന്നതിന് മുമ്പ് ലഭിച്ചു എന്ന് വിശ്വാസത്തോടെ പ്രാർത്ഥിച്ചാൽ അത് ലഭിക്കും. അതാണ് ക്രൈസ്തവ പ്രാർത്ഥനാ രീതിയും. 2-ാം ഭാഗം, യേശു കൈനീട്ടി അവനെ തൊട്ടുകൊണ്ട് പറഞ്ഞു, നിനക്ക് ശുദ്ധി ഉണ്ടാകട്ടെ. കുഷ്ഠരോഗിയല്ലേ, തൊടണ്ടായിരുന്നു, വാക്ക് പറഞ്ഞ് സൗഖ്യപ്പെടുത്താമായിരുന്നു. പക്ഷെ ക്രിസ്തു കൈ നീട്ടി തൊട്ടു. ക്രിസ്തു തൊട്ടു എന്നല്ല, കൈ നീട്ടി തൊട്ടു. ക്രൈസ്തവന്റെ വാക്കും പ്രവൃത്തിയും ഒന്നാകണം. ഒരു വാക്കു പറഞ്ഞ് സൗഖ്യപ്പെടുത്തുന്നതിലുപരി കൈ നീട്ടി തൊടുന്നതിൽ ഒരു വലിയ ത്യാഗമുണ്ടെന്ന് ക്രിസ്തു നമ്മളെ പഠിപ്പിക്കുന്നു. സ്വയം പരിശുദ്ധിയുടെ അളവുകോലുകൾ നിർമ്മിച്ച് അത് നോമ്പനുഷ്ഠാനത്തിലും പുണ്യപ്രവൃത്തികളിലും പ്രാർത്ഥനയിലും ജീവിതമില്ലാതെ വചനം പറയുന്ന, വചനം പഠിക്കുന്ന, ബൈബിൾ എഴുതുന്ന ക്രിസ്ത്യാനിക്ക് നേരെ വിരൽ ചൂണ്ടുന്ന വചനഭാഗം കൂടിയാണിത്. 3-ാം ഭാഗം, ദൈവാലയവുമായി ബന്ധപ്പെട്ട് ഒരു ജീവിതം ഒരുവനെ കൂടുതൽ സമൂഹത്തിലും ശ്രേഷ്ഠനാക്കുമെന്ന് കർത്താവ് നമ്മെ ബോധ്യപ്പെടുത്തുന്ന ഭാഗം. നീ പോയി നിന്നെ തന്നെ പുരോഹിതന് കാണിച്ചു കൊടുക്കുകയും നേർച്ച കാഴ്ചകൾ സമർപ്പിക്കുകയും ചെയ്യുക. പുരോഹിത പ്രമാണിമാരെ, ഫരീസിയ സമൂഹത്തെ, നിയമജ്ഞരെ വിമർശിക്കുന്ന കർത്താവ് ദൈവാലയവുമായി ചേർന്ന് നിൽക്കുവാൻ ആവശ്യപ്പെടുന്നു. തീയോട് ചേർന്ന് നിൽക്കാത്ത കത്തിയ വിറക് കഷ്ണങ്ങൾ കരിക്കട്ടകളായി തീരുമെന്നൊരു പാഠം. സഭ മോശമാണ്, രാഷ്ട്രീയ അധികാരികൾ മോശമാണെന്ന് പറയുന്നതിലുപരി രാജ്യത്തിന്റെ നിയമങ്ങളെയും സഭയുടെ നിയമങ്ങളെയും ആദരിക്കുന്നവൻ ക്രിസ്തുവിന്റെ മുമ്പിലും ശ്രേഷ്ഠനാണെന്നൊരു വായന ഇതിലുണ്ട്. 4-ാം ഭാഗത്തിൽ സാധാരണ മനുഷ്യ ജീവിതത്തിന്റെ ആഴമേറിയ ചിന്തകൾ പങ്കുവയ്ക്കുന്നു. അതിൽ ഈ നോമ്പനുഷ്ഠാനം വഴി ക്രൈസ്തവർ എങ്ങനെ വ്യത്യസ്തമാക്കപ്പെടണമെന്നൊരു വായനയുണ്ട്. യേശു കൽപ്പിച്ചു, ഇക്കാര്യം നീ ആരോടും പോയി പറയരുത്. പബ്ലിസിറ്റി നല്ലതല്ലേ? പെട്ടെന്ന് സുവിശേഷം ആളുകളുടെ ഇടയിൽ പ്രചരിപ്പിക്കാമായിരുന്നല്ലോ. ക്രിസ്തു തിരിച്ചറിഞ്ഞു, മനുഷ്യർക്ക് പൊതുവെ ഭൗതികമായതൊക്കെ കിട്ടുന്നതാണ് സന്തോഷം. സ്നേഹിക്കുന്നതിനേക്കാൾ സ്നേഹിക്കപ്പെടുന്നതാണ് സന്തോഷം. അത്ഭുതങ്ങൾ കണ്ട് ദൈവരാജ്യം ദുർവ്യാഖ്യാനിക്കപ്പെടരുതെന്നൊരാഗ്രഹം ക്രിസ്തുവിനുണ്ടായിരുന്നതുകൊണ്ടാകാം അത്ഭുതങ്ങളെപ്പറ്റി പോയി പറയരുത് എന്ന് പലപ്പോഴും വിലക്കുന്നതായി കാണുന്നത്. അവൻ കുരിശിലുയർത്തപ്പെട്ടപ്പോൾ ലോക മനസ്സുകൾ കീഴ്മേൽ മറിഞ്ഞു എന്നുള്ളതാണ്. കിട്ടുക എന്നതിൽ നിന്ന് കൊടുക്കുക എന്നതിലേക്ക്, സ്നേഹിക്കപ്പെടുക എന്നതിൽ നിന്ന് സ്നേഹിക്കുക എന്നതിലേക്ക് ലോകം കീഴ്മേൽ മറിഞ്ഞു. ലോകം കീഴ്മേൽ മറിയുമെന്ന് അവനറിയാമായിരുന്നു. ക്രൈസ്തവ ജീവിതങ്ങളിലെ ബന്ധങ്ങളുടെ ആഴങ്ങൾ കുറഞ്ഞു പോയത്
ഞാൻ സ്നേഹിക്കപ്പെടണം എന്ന തോന്നലുകൾ കൂടുതലായി വർദ്ധിച്ചതാകാം. സ്നേഹിക്കുന്നതിലാണ് സന്തോഷിക്കേണ്ടത്. ഫ്രാൻസിസ് അസീസിയുടെ മനോഹരമായ പ്രാർത്ഥനയുണ്ട്, സമാധാന പ്രാർത്ഥന. അതിലവസാനം ഹൃദയസ്പർശിയായ വരികളുണ്ട്. ഓ ദിവ്യനാഥ, ആശ്വസിപ്പിക്കപ്പെടുന്നതിനേക്കാൾ ആശ്വസിപ്പിക്കുന്നതിനും, മനസ്സിലാക്കപ്പെടുന്നതിനേക്കാൾ മനസ്സിലാക്കുന്നതിനും, സ്നേഹിക്കപ്പെടുന്നതിനേക്കാൾ സ്നേഹിക്കുന്നതിനും എനിക്ക് ഇടയാകണമേ. ഇതാണ് ക്രിസ്ത്യാനി, ഇതാവണവിട ക്രിസ്ത്യാനി. ആമേൻ.